ബഹുവന്യ സയ്യിദന്മാരെ, ഈ സദസ്സിന്റെ അധ്യക്ഷൻ വളരെ നാളുകൾ കൊണ്ട് ഈ മഖാമിൽ മദീനയുടെ വെള്ളരിപ്രാവ് എന്ന് പറയുന്ന പോലെ ഈ മഖാമിന്റെ ചുറ്റുവട്ടത്ത് ഖാദിമായി മുദരിസായി ഇവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന പാർമൂർ ഉസ്താദിന്റെ പൊന്നുമകൻ ബഹുമാനികനാഥനീയമായ പി അബ്ദുൽ ജലീൽ ബാക്കി ഉസ്താദ് അവറുകൾ, ഫൈസൽ ഉസ്താദ് ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടിയസൻ ദാരിമി ഉസ്താദ്, നാസർ ഫൈസി കൂടത്തായി, ഉമർ ഫൈസി ഒക്കെ തുടങ്ങി സമസ്തയ്ക്കു വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണീത്ത് ഉസ്താദ് മുതൽ തുടങ്ങി വച്ച പ്രകാശം കെട്ടുപോകാതെ നമ്മളാലാവുന്ന വിധം അതുകൊണ്ട് ലോകത്തോടൊരു വലിയ പോരാട്ടം തന്നെ നടത്തുമെന്ന വകുപ്പിന്റെ മുകളിൽ ആദർശത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ, ഇതിന്റെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരായ സഹോദരങ്ങളെ, പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ വന്നുചേർന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉന്നതന്മാരെ, സഹോദരങ്ങളെ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, പൊതുപ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള ആരെങ്കിലും ഈ മഖാമിന്റെ പരിസരത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ മനുഷ്യർക്ക് തണലാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ വിരിഞ്ഞു കൊള്ളുന്ന മഖാമുകളിൽ ഒരുപാട് ഇതരവരവ് കാണാം. അങ്ങനെയുള്ളവരാരെങ്കിലും ഇതിന്റെ പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോനിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് ഈ സമയത്ത് നമ്മളെക്കാൾ ഭാഗ്യം ചെയ്തവർ ആരാണ് നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ ഉള്ളത് എന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അവരെ പഠിക്കാൻ, അവരെ മനസ്സിലാക്കാൻ കേവലം നമ്മുടെ കൽബുകളും കാതുകളും കണ്ണുകളും കൊണ്ട് നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘാടകർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റിയാൽ അവർക്ക് തന്നെ അടുത്ത വർഷം മുതൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന വിധത്തിൽ മഹാനുഭാവന്മാരുടെ കറാമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി വിതറി ിരിക്കുന്നു. അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു ആ കാര്യങ്ങൾ റബ്ബിന് കൊടുത്തു. അള്ളാഹു വലിയ സ്ഥാനം തന്ന് അനുഗ്രഹിക്കുന്ന ഔലിയാക്കളുടെ പൊരുത്തമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വിതുമ്പുന്നത് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സങ്കടമെന്ന് അടക്കി വെക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പ്രസംഗം മനസ്സിലാക്കിയിട്ട് വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗകര്യം കൊടുക്കുന്നത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കടന്നു വരുമ്പോൾ എനിക്കൊരു വലിയ വിഷമമാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞെഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ വലിയ സങ്കടം തോന്നിപ്പോരുണ്ട്. തങ്ങന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന് കയറാം. പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്ന
ആരാണ് എന്ന് നോക്കിയിട്ട് വരാൻ പറ്റാത്തൊരു സ്ഥലമുള്ളത്. അങ്ങനെ അത് തങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഇപ്പോ ഈ പരിപാടിയുടെ ഇടയിൽ മുസാഫത്തിന് നിന്നാൽ തങ്ങൾക്ക് പോകാൻ പറ്റൂല. അവരെ കൊണ്ട് പോയി സുബ്ഹാനല്ലാഹ് അനുഗ്രഹിക്കും. എനിക്ക് വലിയ വിഷമമുണ്ട്. സമരം നാസറി കൊടുത്താക്കി ഇരിക്കുന്നത് കൊണ്ടല്ല, സമസ്തയുടെ നമ്മുടെ തൃശൂർ ജില്ലയിൽ സമസ്തയുടെ സമർക്കന്തിലെ പരിപാടി നടന്നപ്പോ ഇവിടുത്തെ ജയിൽ ബാക്കി അതിൽ പോലും ഇപ്പോഴും ഈ യുവ സുഹൃത്തുക്കളും ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിപാടി ഉണ്ടെന്നറിയുമ്പോൾ വരിക, അങ്ങനെ ഒരു ആവേശമായതുകൊണ്ട് ഞാനവിടെ ചെന്നിറങ്ങിയപ്പോൾ കുറെ നമ്മുടെ SKSFന്റെ കുറെ യുവ സുഹൃത്തുക്കളും മറ്റു ചെറുപ്പക്കാരൊക്കെ നമ്മളടുത്തോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന ഉസ്താദന്മാരിപ്പോ അവിടെ ഓണപ്പള്ളി വീസിയുണ്ട്, മറ്റു വലിയ വലിയ ഉസ്താദന്മാർ എല്ലാവരും ആ സമ്മേളനത്തിന്റെ അകത്ത് ഇങ്ങനെ വലിയ പ്രോഗ്രാമിന്റെ ചാർട്ടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്ന് കയറുമ്പോൾ ഈ വരുന്ന ഒരു സങ്കടം കണ്ടിട്ട് എല്ലാവരും എന്റെ അടുത്തോട്ട് വരുമ്പോൾ എല്ലാവരും വരുന്നത് ഒരു സന്തോഷം കൊണ്ട് യുവാക്കൾക്ക് ഒരു ആവേശമാണല്ലോ, അങ്ങനെ വരുന്നതാണ് സംഭവം. പക്ഷെ അവിടെ ഉസ്താദുമാരുടെ മുമ്പേ എഴുന്നേറ്റ് വരുമ്പോൾ മാനസികമായിട്ടൊരു സങ്കടം തോന്നിപ്പോലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വലിയ വലിയ സദസ്സുകളിൽ വരുമ്പോൾ ആ സദസ്സിന് നമ്മളെക്കാൾ ഒരു വലിയ മാനവും പദവിയും നിങ്ങൾ കൊടുക്കണം. അതാ വേദിയിലിരിക്കുന്ന ഏതെങ്കിലും ഉസ്താദന്മാരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ വിനീതനെയായിരിക്കും. നമുക്ക് ജീവിതത്തിൽ ആകെയുള്ളത് ഉസ്താദന്മാരോടുള്ള ആദരവും ബഹുമാനവും മാത്രമാണ്. പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി CM വലിയുല്ലാഹു അൻഹുവിന്റെ നവ്വറല്ലാഹു മർഖദഹു മഹാനുഭാവന്റെ ഖബർ സിയാറത്തിനു വേണ്ടി ജീവിതത്തിൽ ആദ്യമായി അന്നാണ് ഈ മഖാമിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പക്ഷേ അന്ന് ഇവിടുന്ന് ദുആ ചെയ്ത് തിരിച്ചുപോയ ഈ വിനീതന് പിന്നീട് ഇത്രയും വലിയൊരു സദസ്സിൽ വലിയ ബഹുമാനത്തോടെ ആദരവോടെ വന്നു നിന്ന് ആ മഹാനുഭാവന്റെ 25ാമത് ഉറൂസ് മുബാറക്കിന് സംസാരിക്കാൻ പറ്റുക എന്നത് അള്ളാഹു ഈ വിനീതന് തന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാൻ തന്നെയാണ്. നിങ്ങളോട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹു തആല മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനപ്പുറം വേറെ ഒന്നും നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. അത് മരണത്തിന് ശേഷമാണ് അതിന്റെ ഒരു സുഖം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോഴേ നമുക്കതിന്റെ സുഖം അറിയാൻ പറ്റുള്ളൂ. അള്ളാഹു ആ ലോകത്ത് ഇവരോടൊത്ത് സന്തോഷിക്കുന്ന ഒരു അവസരം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി. എന്റെ മനസ്സിന് സമാധാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയിട്ട് എന്റെ മനസ്സ് വിതുമ്പിപ്പൊട്ടുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ആയിഷ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു അത്ഭുതത്തെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ജീവിതം മുഴുവനും ഞാൻ അറിഞ്ഞത് മുതൽ, ഞാൻ അനുഭവിച്ചത് മുതൽ, ഞാൻ സ്പർശിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. എന്തൊരു ഭാഗ്യവതിയാണ്. മഹദൂർ മഖാമിന്റെ ഉറൂസിന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ആയിഷ റളിയല്ലാഹു അൻഹ എന്തോരു ഭാഗ്യവതിയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതം തന്നെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ട് അവിടുന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഒരു ദിവസം നടന്ന അത്ഭുതം, ഒരു സമയത്ത് നടന്ന ഒരു അത്ഭുതം എന്റെ കൽബിൽ നിന്നൊരിക്കലും എനിക്ക് മറക്കാനും മാറ്റാനും കഴിയില്ല. അതിന്റെ മനസ്സിനെ വല്ലാതെ മാന്തിപ്പണന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആരും എപ്പോഴും എന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണം, എനിക്ക് ആ രംഗത്തെ കുറിച്ച് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സന്തോഷവും ഒരുപാട് സന്ദർഭവും പങ്കിടാൻ ഭാഗ്യം ലഭിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആ രംഗത്തെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്ന അബ്ദുല്ലാഹ്, ഒരു
ദിവസം എന്റെ ഞെറുക്കു വീണ ദിവസം എന്റെ അരികിൽ മുത്ത് റസൂൽ കിടക്കണം എന്ന് തീരുമാനിക്കപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനുമായി കിടക്കയിൽ ഇങ്ങനെ അൽഹംദുലില്ലാ സന്തോഷത്തോടെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു തഅതനി യാ ആയിഷ. ഞാൻ പറഞ്ഞു നബിയേ, അങ്ങയുടെ മുഖത്ത് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, അങ്ങയുടെ മനസ്സിലെന്തോ എന്നോട് സംസാരിക്കാനുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു വേറൊന്നുമില്ല ആയിഷ, തഅതനി യാ ആയിഷ, എനിക്ക് നീ അനുവാദം തരണം, എനിക്ക് നമസ്കരിക്കാൻ തോന്നുകയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നുകയാണ്, എനിക്ക് നീ അനുവാദം തരണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ അനുവാദം കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. എന്തോ ഒരു മര്യാദയുടെ, എന്തോ ഒരു വൃത്തിയുടെ, എന്തോ ഒരു സംതൃപ്തിയുടെ, എന്തോ ഒരു നല്ല ദാമ്പത്യത്തിന്റെ മാധുര്യമാണ് ആ വാക്കിലൂടെ ആ ചെറിയ കൂരക്കകത്തിരുന്ന് പറന്നുയർന്നറിയുന്ന എന്റെ മടവൂര് എന്ന സഹോദരങ്ങൾ തിരിച്ചറിയുക. ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കുന്നു, തനിക്ക് അനുവദിക്കപ്പെട്ട രാത്രിയിൽ നിന്ന് തന്റെ പടച്ചതമ്പുരാന് സമർപ്പിക്കാൻ കുറച്ച് സമയം എനിക്ക് തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ മാറിയിരുന്നു, കുറെ സമയം ഞാൻ മാറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സമയം നമസ്കരിക്കുന്നു എന്ന് എനിക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നില്ല. ഇപ്പൊ മടങ്ങി വരുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി നോക്കിയിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരമാണ്. ഒന്നാമത്തെ റകഅത്ത് ദൈർഘ്യമേറിയ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന നൃത്തമായിരുന്നു. റുകൂഇലങ്ങനെ രണ്ടാമത്തെ റകഅത്തിലേക്ക് നബി തങ്ങൾ തക്ബീർ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമിടറുന്നത് ആ പാതിരയിൽ നിശബ്ദമായി കിടക്കുന്ന ആ രാത്രിയുടെ യാമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമിടറുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അബ്ദുള്ള, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ രണ്ടാമത്തെ റകഅത്തിന്റെ റുകൂഇലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നത് കണ്ടിട്ട് എന്റെ കൽബ് പിടഞ്ഞുപോയി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇബാദത്തിലൂടെ നബി തങ്ങൾ അത്രത്തോളം സമയമെടുത്ത് ഇബാദത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലേക്ക് പോയിട്ട് അവിടെ എഴുന്നേൽക്കാൻ ഒരുപാട് സമയമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാത്തിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ നിസ്കരിച്ച ആ മണ്ണിനരികിലേക്ക് ഞാൻ നീങ്ങിയിരുന്നു. എന്നിട്ട് എന്റെ കൈകൊണ്ട് നബി തങ്ങൾ സുജൂദ് ചെയ്ത മണൽപ്പരി ഞാനൊന്ന് തടവി നോക്കിയപ്പോൾ നബി തങ്ങളുടെ കണ്ണുനീരുകൊണ്ട് ആ മണൽപ്പരികൾ നനഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടപ്പോ ഞാൻ വല്ലാതെ തളർന്നുപോയി എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, അന്ന് രാത്രി മുഴുവനും നബി തങ്ങൾ കണ്ണീരായിരുന്നു. ഞാനൊന്നും അടുത്തു പോയില്ല, എനിക്ക് ഭയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം കരയുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ ഞാൻ മാറിയിരുന്നു. അവസാനം സുബഹിന്റെ സമയമാകുമ്പോ ഇന്നും ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റളിയല്ലാഹു തആല അൻഹു ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുവാദം ചോദിച്ചിട്ടാണ് ബാങ്ക് വിളിക്കാൻ പോകാറുള്ളത്. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ, ബാങ്കിന്റെ സമയമായി, ഞാൻ ബാങ്ക് കൊടുക്കട്ടെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചിട്ടാണ് ബാങ്ക് വിളിക്കാൻ പോകാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു പുറത്തു വന്നിരുന്ന അനുവാദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ബാങ്ക് വിളിക്കാൻ സമ്മതം കൊടുത്തപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പിടഞ്ഞുപോയി. എല്ലാ ദിവസവും മറുപടി തരുന്നത് പോലെയല്ല മുത്ത് റസൂൽ എന്ന് മറുപടി തന്നത്. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ നീ ബാങ്ക് വിളിച്ചോ ബിലാലെ എന്ന് പറയുന്ന പോലെയല്ല ഇന്ന് മുത്ത് റസൂൽ എനിക്ക് മറുപടി തന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിരിക്കുകയാ. ആ കണ്ണൊന്ന് നിറഞ്ഞാൽ, ആ കൽബൊന്ന് പിടഞ്ഞാൽ, ആ മനസ്സൊന്ന് വിങ്ങിയാൽ, ആ ഹൃദയമൊന്ന് നൊമ്പരപ്പെട്ടാൽ ആ പ്രിയപ്പെട്ട സഹാബത്തിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നിറങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ബിലാലെ, ഇന്നലെ രാത്രിയിൽ ജിബ്രീൽ വന്നിരുന്നു. ബിലാലെ, ഇന്നലെ രാത്രിയിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിരുന്നു. ബിലാൽ, ആ ബിലാലിനോട് പറയുന്നത് റസൂൽ. എന്നിട്ട് ആ ബിലാലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്തിനെ ഓതി കേൾപ്പിച്ചിരുന്നു. ആയത്തിന്റെ അർത്ഥഗാംഭീര്യം മാത്രമല്ല, ആ ആയത്ത് ഓതി ഏൽപ്പിച്ചതിനു ശേഷം ആ ആയത്തിനെ സമർപ്പിച്ച് ആ ആയത്തിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞ പറഞ്ഞതായ ചില വർത്തമാനങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ ബിലാൽ റളിയല്ലാഹു
എന്ന് പറയുന്ന യാ റസൂലല്ലാഹ് എന്ന് പറയണം നബിയേ, ഒരു രാത്രി മുഴുവനും അങ്ങയെ കരയിപ്പിച്ചു കളയാ മാത്രമെന്താ ഇന്നലെ സംഭവിച്ചു പോയത്? ഇന്നലെ രാത്രി മുഴുവനും അങ്ങ് പൊട്ടിക്കരഞ്ഞു പോകാം കാരണമായ അവസ്ഥ എന്തെന്ന് പറയണം നബിയേ. ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാ, ആരംഭ റസൂൽ വിശദീകരിക്കുകയാ, പ്രിയപ്പെട്ട ബിലാൽ, ഇന്നലെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ച ഒരായത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതില് പകലുകൾ മാറി മറിയുന്നതില് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചൂടില്ലാതെ വെള്ളം കാണിച്ചതുപോലെ വിരുദ്ധ നിൽക്കുന്ന വെള്ളപ്പന്തൽ പോലുള്ള പ്രതിശാലമായ ആകാശമുണ്ടല്ലോ. ആകാശലോകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എന്റെ മടമൂരുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെന്തറിയാം? ആകാശത്തെ പടച്ചതിലുണ്ട് ഈ പ്രതിശാലമായ ഭൂമിയുണ്ടല്ലോ. എത്ര അളന്നാലും വീണ്ടും ബാക്കി കിടക്കുന്ന പ്രതിശാലമായ ഭൂമിയുണ്ടല്ലോ. ഈ പ്രതിശാലമായ അത്ഭുതങ്ങളും അത്യത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ. കുരിശു പോയാ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ്, അളന്നു പോയാ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ്. ഈ ആകാശത്തെ ഈ ഭൂമിയെ സൃഷ്ടിച്ചതിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ആകാശഭൂമികളെ പടച്ചതില് പകലുകൾ മാറി മറിയുന്നതില് പകൽ സമയവും രാത്രിയും ഇങ്ങനെ മാറി വരുന്നതാരാ, മാറ്റുന്നതാരാ, കണക്ക് കൂട്ടുന്നതാരാ? ഈ പകലും രാത്രിയും കൃത്യമായി മനുഷ്യന് സമ്മാനിക്കുന്നതാരാ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, അല്ലാഹുവോട് അടുക്കാൻ താൽപര്യപ്പെടുന്നവർക്ക്, അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ ഇതിനെന്തിനാ കരയുന്നത്? നബിയെ, അല്ലാഹുവിന്റെ റസൂലെ എന്തിനാ നബിയെ ഇതിനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ആയത്ത് ഓതിയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ ആയത്ത് ഓതി കേൾപ്പിച്ചതിനു ശേഷം പിന്നെ ജിബ്രീൽ പറഞ്ഞതെന്താ? വൈലുൻ അലാ മൻ ഖറഅഹാ വൈലുൻ അലാ മൻ ഖറഅഹാ. ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് മുഖറബില്ലല്ലാഹു ജിബ്രീൽ. ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് ജിബ്രീൽ. എങ്ങനെ പാരായണം ചെയ്യുന്നവരാണ്? വലം യതഫക്കറു ഫീഹാ, അതിനെക്കുറിച്ച് ചിന്തിക്കാറ്, അതിനെക്കുറിച്ച് ആ ആയത്തിനകത്ത് പറഞ്ഞ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറ് വെറുതെ പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ എന്നോട് പറഞ്ഞു ബിലാൽ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചിന്തിച്ചു പോവുകയാ, എത്ര സഹാബികളാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക, എത്ര മനുഷ്യരാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ആയത്ത് ഇറങ്ങുമ്പോ, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമെന്ന് ഖുർആൻ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമെന്ന് പടച്ചതമ്പുരാൻ. ആ രാത്രിയും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിതങ്ങളോട് വന്ന് പറയുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളെ വിഷമിക്കണ്ട. ഞാൻ ശാസ്ത്രം പറയാൻ പോവുകയല്ല, ആകാശലോകങ്ങളെ വിശദീകരിക്കുകയില്ല, ഭൂമിയുടെ വലിപ്പത്തെ വിശദീകരിക്കുകയില്ല. അതൊക്കെ പറയാനിവിടെ നൂറുകണക്കിന് ഉസ്താദുമാർ വേറെയുണ്ട്. എന്റെ മടവൂര് മഹാവിന്റെ തിരുമുമ്പിൽ വന്നിരിക്കുന്നവരെ, ഈ ഒരത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനെന്ന് നിങ്ങൾക്കറിയോ? ആകാശത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? ഭൂമിയുടെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? രാത്രിയും പകലും മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും വലിയ പഠനത്തിന്റെ പരമോന്നതമായ പദവിയിലേക്ക് പറന്നുയരാൻ വേണ്ടിയിട്ടല്ല, നീ ഏറ്റവും വലിയ ശാസ്ത്രലോകത്തെ വെല്ലുവിളിക്കുന്ന പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലോ. അതിലൂടെ അല്ലാഹുവിനെ തിരിച്ചറിയാനാണ്, അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കാനാണ്, അല്ലാഹുവിന്റെ ഏറ്റവും രഹസ്യമായ കഴിവിനെ തിരിച്ചറിയാനാണ്. അല്ലാഹു പടച്ചതമ്പുര ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോഴാണ് പള്ളിമിനാരത്തിന്ന് ബാങ്കി വിളിക്കുമ്പോ എല്ലാ തിരക്കുകളും പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട്
നേരിട്ട് പോയി നമസ്കരിക്കാം. എന്റെ കോഴിക്കോടിയിലെ ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നതപ്പോഴാണ് പൊന്നുപോലെ. ആകാശത്തിന്റെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, ഭൂമിയുടെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, പ്രപഞ്ചത്തിന്റെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, പകലുകൾ മാറി മറിയുന്നതിന്റെ അത്ഭുതത്തെ നീ തിരിച്ചറിഞ്ഞു പോയാ അള്ളാന്റെ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ നമസ്കരിക്കാൻ പോകാതിരിക്കാൻ നിനക്ക് കഴിയൂല, കല്ല് കുടിക്കാൻ നിനക്ക് തോന്നൂല, വ്യഭിചരിക്കാൻ നിനക്ക് തോന്നൂല. ഈ പ്രപഞ്ചം മുഴുവനും ആ പടച്ചതമ്പുരാന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശം തുറന്ന് സമ്മതിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഈ ഭൂമി തുറന്ന് സമ്മതിക്കുന്നു, ഈ പർവ്വതങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു, ഈ മണത്തരികൾ, മഴത്തുള്ളികൾ, മരച്ചില്ലകൾ, മണൽപ്പരപ്പുകൾ അത് മുഴുവനും തുറന്ന് സമ്മതിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, നീ തന്നെയാണ് വലിയവനല്ലോ, നീ തന്നെയാണ് വലിയവനല്ലോ. ഒന്നാ ലോകം മുഴുവനും തുറന്ന് സമ്മതിക്കുന്ന ആ അത്ഭുതത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വീണ്ടും പറയട്ടെ. മുത്തുനിബിതങ്ങളോട് അല്ലാഹു പറഞ്ഞിരുന്നോ, അനന്തര അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തയ്യു സഫാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്തെ, ആകാശത്തെ, ഭൂമിയെ, രാത്രി പകലിനെ മാറി മറിയുന്നതിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് ആ ആയത്തിനെ വെറുതെ ഓതിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്ക് നാശമെന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ ഒരു രാത്രി മുഴുവനും നമ്മുടെ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലുള്ളവർ അതിനെക്കുറിച്ച് അത്ഭുതകരമായി ചിന്തിക്കും. പിന്നീട് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ആരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ അത്യത്ഭുതകരമായി അതിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ചിന്തിക്കുക? അവർക്ക് നാശമെന്ന് ഖുർആൻ പറയുമ്പോ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതര വ്യായാമം പോലെ കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ വലിപ്പത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയില്ല. അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കുമ്പോ അതിനു വേണ്ടിയിട്ടാണ് ലോകത്ത് മുഴുവൻ ത്യാഗവും മഹാന്മാരും സഹാബികളും ശുഹദാക്കളും ഒക്കെ സഹിച്ചത്. അല്ലാഹു അക്ബർ എന്ന ആ ഒരു വലിപ്പത്തിന്റെ പതാക കയ്യിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകം മുഴുവനും അത് തുറന്ന് സമ്മതിക്കുന്നു. അല്ലാഹു നബിതങ്ങളോട് അത് ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കെന്താ? അലം തറ, നബിയേ അങ്ങ് കാണുന്നില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുത്ത് റസൂലിനത് കണ്ട് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്തിന്റെ ആനപ്പടയുടെ സംഭവത്തെ അല്ലാഹു മുത്ത് റസൂലിനോട് പറഞ്ഞതെങ്ങനെയാ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നബിയേ, ആനയുടെ ആളുകാരെ, ആനപ്പടക്കാരോട് എങ്ങനെയാണ് അല്ലാഹു പെരുമാറിയതെന്ന് നബിയെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാ. അല്ലാഹു ലോകത്തോളം അത്ഭുതങ്ങളെ കണ്ണിന് മുന്നിൽ നടന്നതുപോലെ വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങളെയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അലംബറ എന്ന് പടച്ചതമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കെടുത്തുകൊണ്ട് മുത്തുനബിയോട് പറയുകയാ, അലംബറ അന്നല്ലാഹു യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി. ആകാശഭൂമിയിലുള്ള മുഴുവനും അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ മൻഫി സമാവാത്ത് ഉപയോഗിച്ചതുകൊണ്ട് ആകാശത്തിലുള്ള ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒന്നുമല്ല, പിന്നെന്താ മലക്കുകളാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയും. ആകാശത്തിൽ പറക്കുന്ന പറവകളോ ഗോളങ്ങളോ നക്ഷത്രങ്ങളോ ആയിരുന്നു എങ്കിൽ ഇവിടെ അല്ലാഹു മാ ഫിസ് സമാവാതി എന്ന് പറയുമായിരുന്നു എന്ന് അവർ തന്നെ ചർച്ച ചെയ്യാണ്. ഇവിടെ മൻഫി സമാവാതി എന്ന് പറഞ്ഞത് മലക്കുകളെ സംബന്ധിച്ചാണ്. അപ്പൊ മലക്കുകൾ എവിടെ? അതല്ലേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മാ ഫീഹാ മൗമി വഅർദു വസാബിയ ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ്. ആകാശലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ്, ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. ആകാശലോകത്ത് 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ആ സ്ഥലത്ത് മലക്കുകളുടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. നിങ്ങൾ വിചാരിച്ചു മടവൂരുള്ള കുറച്ച് 10-15 ആൾക്കാരെ ഉള്ളൂ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ. അതുകൊണ്ട് ചില ഹോജമാര് ബാങ്ക് കേൾക്കുമ്പോൾ തിരിച്ച് നടന്നു വന്ന കണ്ടാൽ തോന്നും അള്ളാഹു ഇപ്പോ അവനോട് പിണങ്ങി പുറകെ നടന്ന് വിളിക്കുന്നു. ഒരുത്തനെയും വിളിക്കൂല.
നിങ്ങൾ കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, കോഴിക്കോടുള്ള ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ പള്ളിയില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ മക്കാമില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദറസില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രഭാഷകന്മാരില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീനീ പ്രവർത്തനമില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീനീ പ്രബോധനമില്ല. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ധാരണ വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആകാശലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലം പോലും ബാക്കിയുള്ളതായി എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പോ ആകാശലോകത്ത് മലക്കുകൾ അങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നു. അതുപോലെ തന്നെ ആകാശലോകത്തുള്ള മലക്കുകളല്ലാത്ത മറ്റു വസ്തുക്കൾ തസ്ബീഹ് ചൊല്ലുന്നതിനെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുകയാണ്. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അത്ഭുതപ്പെട്ടുപോയി മനുഷ്യരാകുന്ന നമുക്കതിന്റെ വിലയേറിയോ? അടുത്ത സമയത്ത് ഞാനന്ന് അത്തിപ്പത്ത ഉസ്താദിനെ കാണാൻ പോയതൊരു വൈകുന്നേര സമയമായി പോയി. ഞാനും കൊളത്തൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് കാണാൻ പോയതാ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ആ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മഗ്‌രിബിന്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബിന് ബാങ്ക് വിളിക്കും. അപ്പൊ എന്നോട് പുറത്തിരുന്ന് വന്നവർ തന്നെ പറഞ്ഞു, ഇപ്പൊ അങ്ങനെ ഉസ്താദ് ഈ സമയത്ത് അങ്ങനെ അധികം സംസാരിക്കലില്ല, എങ്കിലും നമുക്കൊന്ന് പോയി സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാ. അകത്ത് കയറി ഉസ്താദ് ഇങ്ങനെ ഒരു ഉസ്താദിന്റെ ഇരുത്തവും ശൈലിയൊക്കെ നിങ്ങൾക്കറിയാം, വിശദീകരിക്കുന്നില്ല. അള്ളാഹു ആ ബഹുമാനപ്പെട്ടവരെ പോലുള്ളവർക്ക് അള്ളാഹു നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ മുമ്പിൽ നിർത്താൻ അങ്ങനെ ആളുകളുള്ളത് അള്ളാഹു ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്ന ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവർക്ക് ആയുസ് അള്ളാഹു ആരോഗ്യത്തോടെ നീട്ടിക്കൊടുക്കട്ടെ. മഗ്‌രിബിന് കുറച്ച് സമയം മുമ്പ് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഈ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ദിക്റൊക്കെ ചെല്ലണ്ടേ, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കണ്ട, പിന്നീടാവട്ടെ എന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ മഗ്‌രിബ് ബാങ്കിന് മുമ്പുള്ള ആ സമയത്തിന്റെ ഏറ്റവും വലിയ മഹത്വവും വിലയും അന്നാണ് യഥാർത്ഥത്തിൽ വല്ലാഹി ഞാൻ തിരിച്ചറിയുന്നത്. ഞെട്ടിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്തെ ഇത്രയും വിലയും എത്ര യുവാക്കൾ ആ സമയത്തെക്കുറിച്ച് ഇന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള ആ സമയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും പ്രായമായി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സമുദായത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, നമ്മുടെ സമസ്തയ്ക്കു വേണ്ടി, ആദർശത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ട് ആ സമയത്തിന്റെ വില അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട് മറ്റ് ദുന്യവിയായ സംസാരത്തിന് സമയം കൊടുക്കാതെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് ദിക്ർ ചൊല്ലട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട സമയമല്ലേ ഇത് പറഞ്ഞപ്പോ നമ്മളൊക്കെ വെറും വട്ടപൂജ്യമായി പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞപ്പോ തസ്ബീഹ് മേശയ്ക്കകത്ത് വെച്ചു, റമദാൻ കഴിഞ്ഞപ്പോ മുസല്ല അലക്കി ഉണക്കി തേച്ച് കട്ടിലിനടിയിലേക്ക് വെച്ചു. ഒരുപക്ഷേ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ജനം പണത്തിന്റെയും സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും പിന്നാലെയാണ്. ഓർക്കുക, അള്ളാഹു തന്നെയാണ് വലിയവൻ. അള്ളാഹുവിനപ്പുറത്തേക്കൊരു വലുപ്പത്തരം കാണിക്കാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ കഴിയുക? നിങ്ങൾക്കറിയോ, ലോകത്ത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പറഞ്ഞ സൂര്യൻ ഉൾപ്പെടെ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് അല്ലാഹു പടച്ചിരിക്കുന്ന ഗോളങ്ങൾ മുഴുവനും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന എല്ലാത്തിനും അതിന്റേതായ തസ്ബീഹിന്റെ സ്വലാത്തിന്റെ, അതിന്റേതായ ഇബാദത്തിന്റെ, അതിന്റേതായ ദിക്റിന്റെ രൂപരേഖകൾ അല്ലാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് മനസ്സിലാകുന്നതുമാണ്. അത് മനുഷ്യര് ദിക്റ് ചൊല്ലുന്നത് പോലെയല്ല പ്രിയപ്പെട്ടവര്, അത് ഞാനും നിങ്ങളെ സുബ്ഹാനല്ലാഹ് പറയുന്നത് പോലെയല്ല. അവരെല്ലാം അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ അത്ഭുതങ്ങൾ ഈ ലോകം ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നാഥാ, ലോകത്തെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായി പടച്ചിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സമയമില്ലാതായിപ്പോയി.
പാവപ്പെട്ട മനുഷ്യർക്ക് സമയമില്ലാതായിപ്പോയി. നിന്റെ വീട്ടിൽ വളർത്തുന്ന മൂരിയും പോത്തും കാളയോ ഒക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുമ്പോ നിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് വട്ടവിട്ട് പറക്കുന്ന പറവകൾ പോലും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുമ്പോ അവരെക്കാലെത്രയോ അനുഗ്രഹം തന്ന മനുഷ്യ, അവരെക്കാലെത്രയോ അത്ഭുതം തന്ന മനുഷ്യ. وهذا البلد اليمين لقد خلقنا الإنسان في ഏറ്റവും നല്ല രൂപം, ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല ഘടന, ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല ചുണ്ട്, ഏറ്റവും നല്ല കണ്ണ്. സുബ്ഹാനല്ലാഹ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെ രൂപരേഖയിൽ പടച്ചതായ മനുഷ്യ, എന്തേ നിന്റെ വീട്ടിന്റെ അകത്ത് കഴിയുന്ന നാൽക്കാലികൾ പോലും ഒരു ദിവസം എത്രയോ പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവനല്ല, നീയാണ് വലിയവനല്ല എന്ന് പറയുമ്പോ ഒരൊറ്റ ഉദാഹരണം മാത്രം എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം. ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട്. സമയമില്ല. മനുഷ്യന്റെ കഴിവുകേടുകളെ കുറിച്ച്, മനുഷ്യന്റെ നന്ദികേടുകളെ കുറിച്ച് പറയണ്ടേ. ഏറ്റവും വലിയ നന്ദിയുള്ളവനായി അല്ലാഹുവിനെ സ്നേഹിച്ച് 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 അടുത്തെടുത്തിയെത്തി ആ പടച്ചവന്റെ പൊരുത്തത്തിൽ ഈ മടവൂരിന്റെ പ്രകാശമായി അൽഹംദുലില്ലാഹ് കിടന്നുറങ്ങുന്ന ഈ മഹാനുഭാവന്റെ ഹളറത്തില് ആ മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വലിയ മാറ്റത്തിന്റെ വിപ്ലവം 25ാമത് ഉറൂസിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തിയെടുക്കണം, നേടിയെടുക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. 25,000 കിലോമീറ്റർ ജീവിതത്തിൽ പറക്കുന്ന പറവകളുണ്ട്. മനുഷ്യന്റെ വാഹനത്തിന്റെ സ്പീഡ് നിങ്ങൾ പറക്കുന്ന പറവകള് ഓരോ സെക്കൻഡിലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് റഹ്മാനായ പടച്ചതമ്പുരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. കടലിന്റെ ഉള്ളറയിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ? ആ കണക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്രയോ അത്ഭുതകരമായ ജീവികള് ഇന്നും മനുഷ്യർ കണ്ടെത്താൻ കഴിയാ കടൽ ഉള്ളറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവകൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ഈ ഭൗതിക ലോകത്തിന്റെ ഉദരത്തിന്റെ മുകൾ ഭാഗത്ത് ജീവിക്കുന്ന നാൽക്കാലികൾ മുഴുവനും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മൃഗത്തെ അറുക്കുന്ന സമയത്ത് എന്റെ കഴുത്തിലേക്ക് കടാര വെക്കുമ്പോ എന്തേ നിങ്ങളോട് പറയാൻ പറഞ്ഞത്, എന്തേ നിങ്ങളോട് പറയാൻ പറഞ്ഞത് ബിസ്മില്ലാഹി അല്ലാഹുവാണ് വലിയവനെന്ന് ആ മൃഗത്തിന്റെ കഴുത്തിൽ കടാര വെക്കുമ്പോ നീ എന്തിനാ പറയുന്നതെന്നറിയോ? അവരൊരു സെക്കൻഡ് പേരിൽ പാഴാക്കാതെ പടച്ചവരെ തസ്ബീഹ് ചെയ്യുന്നവരാ. നിന്നെ പോലെ അണ്ണികെട്ടവരല്ല, നിന്നെ പോലെ വഴിവെത്തിയവരല്ല, നിന്നെ പോലെ പടച്ചവനോട് പൊറുതിക്കേട് കാണിക്കുന്നവരല്ല, നിന്നെ പോലെ സർവ്വതം യജമാനിൽ നിന്ന് കൈനീട്ടി വാങ്ങിയിട്ട് തിരിച്ചിരുന്നോ പടച്ചവന് സവിക്ക് തേക്കുന്ന നന്ദികേടിന്റെ ഹിതമാ പടച്ചതമ്പുരാനോട് ആ നാൽക്കാലികൾ കാണിക്കാത്തതുകൊണ്ട് തന്നെ അതിന്റെ കഴുത്തിൽ കടാര വെക്കുമ്പോ നീ പറയാനില്ല പഠിപ്പിച്ചത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനെന്നാണ്. ആ മൃഗങ്ങളൊക്കെ വലിയ മിടുക്കും കഴിവും പ്രാപ്തിയും അല്ലാഹുവിനെ കുറിച്ച് ബോധവുമുള്ളവരാണ്. മൃഗങ്ങളെക്കാൾ മനുഷ്യർ അധപ്പതിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് മൃഗങ്ങൾ മോശമായതുകൊണ്ടല്ല, മൃഗങ്ങൾക്ക് വിവേകം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. വിവേകം തന്ന മനുഷ്യൻ ആ വിവേകമില്ലാത്തവരെക്കാൾ അത് പതിക്കുമെന്ന് പറഞ്ഞതാ, അല്ലാതെ മൃഗങ്ങൾ മോശമായതുകൊണ്ടല്ല. മാതാവിനെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കഴുത്ത് ധരിച്ചു കൊല്ലുന്ന കാലഘട്ടത്തില പൂച്ചക്കുഞ്ഞിനെ സംരക്ഷിക്കുന്ന കുരങ്ങന്റെ കഥ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. നായയുടെ കുഞ്ഞിനെ പുലിക്കുട്ടി വളർത്തുന്നത് കൗതുകത്തോടെ പത്രത്തിൽ വായിച്ച് കണ്ണ് നിറയുമ്പോ അതിന്റെ തൊട്ടു താഴത്തെ കോളത്തിൽ കാമുകനെ തിരിച്ചറിഞ്ഞ മകളെ ഉമ്മ ചുരിദാറിന്റെ ഷാളുകൊണ്ട് കഴുത്ത് വിരിച്ചു കൊന്നുവെന്ന് വായിക്കേണ്ട ഗതികേട് നമുക്ക് വന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ബൽഹും അല്ലല്, ആ മൃഗത്തെക്കാൾ അധപ്പതിക്കുമെന്ന് പറഞ്ഞത് മൃഗം മോശമായതുകൊണ്ടല്ല, മൃഗത്തിന് അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. ഈ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് തന്ന ബുദ്ധിയെ നിങ്ങൾ പരാജയത്തിന്റെ പടുങ്കുഴിയിലേക്ക് തള്ളിവിട്ടു എന്നതിന്റെ സൂചനയാണ്.
നിങ്ങൾക്കറിയോ, നമ്മുടെ നാൽക്കാലികളിൽ കാട്ടുപശു എന്ന് പറയുന്ന ഒരു പശുവുണ്ട്. അതിന്റെ നാവിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന വീര്യം വേറെ ഒരു ജീവിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ആ നാവ് കൊണ്ട് എവിടെ നക്കിയാലും അത് ഒടിഞ്ഞു പോവാണ്. ആ നാവ് കൊണ്ട് ഇതിൽ നക്കിയാൽ ഇത് തുരുമ്പിച്ച് നശിച്ചു പോകും. ആ നാവ് എവിടെ ആ നാവ് കൊണ്ട് നക്കിയാലും അത് വലിയ സംഭവമാണ്. എന്തും കാട്ടുപശുവിന് കഴിക്കാൻ പറ്റും. കട്ടയും കല്ലും പാറയും ഒക്കെ അതിന് നാവ് കൊണ്ട് നക്കി ഭസ്മ പൊടി പോലാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു ഉമ്മയും തന്റെ കുഞ്ഞ് പിറന്ന ഉടനെ മൃഗമാണെങ്കിൽ നാവ് കൊണ്ട് അതിനെ നക്കി തുടയ്ക്കും. മനുഷ്യനാണെങ്കിൽ അതിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് 1000 ചുടുചുംബനം ആ കുഞ്ഞിന് അർപ്പിക്കും. കാട്ടുപശുവിന്റെ വയറ്റിനകത്തിരുന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ ചെയ്യുന്ന ജോലി എന്താ? മാതാവ് തന്നെ നാവ് കൊണ്ട് തലോടുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടലാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാതാവ് തന്റെ നാവ് കൊണ്ട് കുഞ്ഞാകുന്ന തന്നെ തലോടുന്നതിന് മുമ്പ് നീ ഓടി രക്ഷപ്പെട്ടോ? ആ നാവ് കൊണ്ട് ഉമ്മ സ്നേഹത്തോടെ നിന്നെ തലോടിയാൽ നിന്റെ ശരീരം എരിഞ്ഞു പോകുമെന്ന് ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുത്തതാരാ? നിങ്ങൾ ചിന്തിക്ക്. നമുക്കെന്തറിയാം? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനിച്ചു വീണപ്പോ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ആ നമ്മളോട് നമ്മുടെ കാതിൽ പറയാൻ പറഞ്ഞതെന്താ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ കാതിൽ അള്ളാഹു ബാങ്ക് വിളിക്കാൻ പറഞ്ഞു? വേറെന്തൊക്കെ വിളിക്കാം? ചില ആളുകൾ പറയും ശൈത്താൻ ഓടാൻ വേണ്ടി. ശൈത്താൻ ഓടാനാണെങ്കിൽ ആയത്തിൽ കുറിച്ച് ഓതിയാ പോലെ. വലത്തെ ചെവിയിൽ ആയത്തിൽ കുറിച്ച്, ഇടത്തെ ചെവിയിൽ ആമന റസൂൽ. അതിനെക്കാരും നല്ലത് സൂറത്തുൽ ബഖറയിൽ 2 അത്ഭുതം അതാണ് എന്ന് എത്രയോ ഹദീസുകളിലുണ്ട്. അത് ചെയ്താൽ പോരെ? അപ്പൊ ചില ആളുകൾ പറയും അതെല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അറിയാന്നുള്ളത് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാങ്ക് വിളിക്കാൻ പറയുന്നതിന് അല്ലാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനല്ല. അല്ലാഹുവിനറിയാം ഈ വരുന്നവൻ ഉമ്മയുടെ ലോകത്തിൽ നിന്ന് മറ്റൊരു വലിയ ലോകത്തേക്ക് തിരിച്ച് വരുമ്പോൾ ഇവനിനി ഇവിടെ നന്ദി കെട്ടവനായി ജീവിക്കും, മറക്കും. അവൻ പണവും സമ്പാദ്യവും പദവിയും ഒക്കെ ഒരുപാട് നേടിയെടുക്കും. അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ പരമീസയിലേക്ക് ആ മനുഷ്യൻ നീങ്ങി പോകുമ്പോ ആദ്യമായിട്ടവന്റെ കാതിലേക്ക് മുഴങ്ങട്ടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മടവൂരിന്റെ കോഴിക്കോടിന്റെ പരിസരത്തുള്ളവരെ, ഇന്ന് പണം ഒരുപാട് വന്നുപോയി. ഇന്നൊരുപാട് ബംഗ്ലാവിന്റെ കൊട്ടാരത്തിന്റെ ഉടമസ്ഥരായി പോയി. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരെ നിങ്ങളാണ് വലിയവരെന്ന് ചിന്തിക്കേണ്ട. ഇന്നുവരെ ഈ മഖാമിന്റെ തിരുമുമ്പിലൊന്ന് തിരിഞ്ഞോക്കാത്ത എത്രയോ നന്ദി കെട്ടവരുടെ പരിസരത്തുണ്ട്. ഹൈന്ദവര് പോലും നിന്ന് ദൂരെ നിന്ന് തൊഴിൽ പൊട്ടിക്കരഞ്ഞു പോകുമ്പോ മുസൽമാന്റെ പേരിട്ടുകൊണ്ട് ഔലിയാക്കളെ പെരുവറന്നിട്ട് ഇതിന്റെ പരിസരത്ത് തന്നെ കുണ്ടതളവ് ജീവിക്കുന്ന എപ്പോഴോ ഹതഭാഗ്യരുണ്ട്. മറന്നുപോകല്ലേ മോനെ, നിന്റെ കാതിലേക്ക് ഒന്നുമറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തു വന്നപ്പോ എന്താണ് നീ കേട്ടതെന്നറിയോ? അല്ലാഹു അക്ബർ, അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. നീ എത്ര പണമുണ്ടാക്കട്ടെ, നീ എത്ര പദവി ഉണ്ടാകട്ടെ, നീ എത്ര സ്ഥാനമാനമുണ്ടാകട്ടെ, എത്ര അധികാരത്തിന്റെ സോപാനത്തിലേക്ക് വളർന്നു വരട്ടെ, നിന്നെ കാണുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കട്ടെ, നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പദവിയും പവറൊക്കെ ലോകം മുഴുവനും തരട്ടെ. പക്ഷേ രാത്രി കിടക്കാനായി നിന്റെ വിലപിടിപ്പുള്ള പട്ടുമത്തയിലേക്ക് നിന്റെ ശരീരത്തെ കൊണ്ടുവെക്കുമ്പോ പറഞ്ഞു കൊടുക്കണ നിന്റെ ശരീരത്തിനോട് ജനങ്ങളൊക്കെ വാരിപ്പുണരുന്ന കാത്തിരിക്കുന്ന നിന്റെ ശരീരത്തിനോട് പറഞ്ഞു കൊടുക്കുക. പൊട്ടിക്കരന്നുകൊണ്ട് ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് ദുനിയാവിലേക്ക് തെറിച്ചു വീണപ്പോ നിന്നോട് അല്ലാഹു പറയാൻ പറഞ്ഞതെന്താ? ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, രാപകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അത്യത്ഭുതങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച് സംഗ്രഹിച്ച് സംഹാര താണ്ഡവമാടിയിട്ടുള്ള കാരുണ്യവാനാണ് പടച്ചതമ്പുരാനാണ്. ഏറ്റവും നൽകിയുന്ന ആ കുഞ്ഞിന്റെ കർണപുടത്തിലേക്ക് പറഞ്ഞു അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ വലിപ്പത്തെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ആ പടച്ചതമ്പുരാന് ബോധ്യമുള്ളത് കൊണ്ടാണ്. فوسطن به جمعا إن الإنسان خبير
അല്ലാഹു പടച്ചതമ്പരാ നാൽക്കാലിയെത്തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഇരുകാലിയായ ബുദ്ധിയെടുത്ത സൗന്ദര്യം കൊടുത്ത ശുദ്ധചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ട് പടച്ചതമ്പുരാൻ പടച്ച മനുഷ്യവർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. അവനവന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ശരിയല്ലേ? എന്തിനാ പ്രിയമുള്ളവരെ 5 നേരം നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ അല്ലാഹു അക്ബർ പറയാൻ അല്ലാഹുവിന്റെ നിർദ്ദേശം എന്തുകൊണ്ടാ? എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞാ മതിയായിരുന്നല്ലോ, അൽഹംദുലില്ലാ പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഓരോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി വിനാരത്തിലൂടെ അല്ലാഹു അക്ബർ എന്ന് നിരന്തരം 5 നേരം വിളിക്കാൻ നിർദ്ദേശിച്ചതെന്തിനും അറിയോ? പണവും പദവിയും വലിയ വാഹനവും പ്രൗഢിയും പത്രാസുമൊക്കെ ആകുമ്പോ പള്ളിമിനാരത്തിന് താങ്ങി തുടങ്ങുമ്പോ അതിന് മറുപടി കൊടുക്കാൻ കഴിയാറ് നെഞ്ചുപിരിച്ച് ദേശികത്തിരുന്ന് വാദ്യോപകരണ സംഗീതത്തിന്റെ ആസ്വാദനത്തോടെ നിഷ്കരിക്കാൻ സമയമില്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യരെ നിന്റെ കാതിലേക്ക് മുഴങ്ങിക്കേൾക്കട്ടെ. നീയല്ല വലിയവൻ, നിന്റെ യജമാനനല്ല വലിയവൻ, നിന്റെ നേതാക്കളല്ല വലിയവൻ. ഞാരാ? അല്ലാഹു അക്ബർ. അത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയേക്കാൾ വലിയ കൊട്ടാരം വെച്ച ആ കൊട്ടാരത്തിന്റെ അകത്ത് സുഖലോലുവരായി കഴിഞ്ഞുകൂടുന്ന അതോന്നത്തരായി ആടിച്ചു നിൽക്കുന്ന മനുഷ്യവർഗത്തിന്റെ കർണപടങ്ങളിൽ ഉരച്ചു കയറട്ടെ. അല്ലാഹുവിന്റെ പള്ളിവരാരത്തിന് വിടങ്ങുന്ന ബാങ്കിന്റെ വിളികളെന്ന് അല്ലാഹു തീരുമാനിച്ചതാ. മനുഷ്യ നിനക്കെവിടെയും രസയില്ല. ലോകത്തെവിടെ പോയാലും നീ കേൾക്കുന്നത് അല്ലാഹുവിന്റെ വലിപ്പത്തരത്തെ മാത്രമാണ്. ലോകത്തിന് എവിടെ പോയാലും അറിയുന്നത് അനുഭവിക്കുന്നത് അല്ലാഹു അക്ബർ. എവിടെ പോയാലും അതേ നിനക്ക് കേൾക്കാൻ പറ്റും. അതിന്റെ മുമ്പേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെതിരാവും. 17 വയസ്സുള്ള റിയാലിറ്റി ഷോയെ പെൺകുട്ടി പറഞ്ഞതെന്താ? നമ്മളൊക്കെ ഓരോന്നിങ്ങനെ അഭിമാനത്തോടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുമ്പോൾ നോക്കി വിരൽത്തുമ്പ് കൊണ്ട് മറിച്ചു കളഞ്ഞിട്ട് മറ്റ് വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. 17 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞതെന്താ? ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ മാസങ്ങളോളം ശരീരം പങ്കിട്ടു. സങ്കടമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേദനയും വിഷമവുമുണ്ട്, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാം. നമ്മുടെ സഹോദരിമാർക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരത് മനസ്സിലാക്കുന്നില്ല, ഉമ്മമാര് തിരിച്ചറിയുന്നില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ തലമറയ്ക്കാൻ അനുവദിക്കില്ല. മുസ്ലിം പള്ളികളും സംഘടനകളും എല്ലാം അതിലെങ്കിലും ഒറ്റക്കെട്ടായി നിന്നു. അൽഹംദുലില്ലാ, ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ സ്കൂളിനെതിരെ സമരം നടത്തിയപ്പോ സമരം നടത്തുന്നവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആരാ? അവിടെ പഠിക്കുന്ന മുസ്ലിം പെമ്മക്കളുടെ ഉമ്മമാരാ. നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ പണ്ട് അരമണിക്കൂറെങ്കിലും മദ്രസയിൽ മക്കളെ കൊണ്ടിരുത്തുമായിരുന്ന ഈ ഉമ്മമാർ ഇന്ന് സ്കൂളിലെ PTA മീറ്റിംഗിന് വേണ്ടി അര മീറ്റർ പോലും ഇല്ലാത്ത ബ്ലൗസ് ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പോകുമ്പോൾ അതാരുടെ കാശ? ചിലപ്പോ ദാടിയുള്ള കാക്കയുടെ കാശായിരിക്കാം, ചിലപ്പോ തഴമ്പുള്ള ഇക്കാന്റെ കാശായിരിക്കാം. ഒന്നുമല്ലെങ്കിലും അതൊരു മുസ്ലിമിന്റെ കാശാണ്. അത് ചോദ്യം ചെയ്യാൻ യോഗ്യതയില്ലാത്ത നീ പിന്നെ എന്തിന് മക്കളെ വളർത്തണം? എന്തിന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം? എന്തിന് ഈ ഹറാമിയത്തുകൾക്ക് കൂട്ടുനിൽക്കണം? 17 വയസ്സുള്ള മോള് തന്റെ ഇടത്തോടുകൂടി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? മാസങ്ങളോളം തനിക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ വീട്ടിൽ പോക്കില്ല. റിയാലിറ്റി ഷോയിൽ കേരളത്തിൽ ഇപ്പോ ഏറ്റവും അറിയപ്പെട്ട ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് മോൾക്ക് 1ാം സമ്മാനം കിട്ടാൻ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ ഉറങ്ങാൻ അനുവാദം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. പേടിയുണ്ടത് പറയാൻ, നാണക്കേടുവാണ്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങളുടെ വീട്ടിലത് സംഭവിക്കാൻ പാടില്ല. അനുവാദം കൊടുത്തു ഉമ്മ വിചാരിച്ചു ഡാൻസ് മാഷ് മോളെ വിവാഹം കഴിക്കുമെന്ന്. അയാൾ വേറെ വിവാഹം കഴിച്ചപ്പോ ഉമ്മ പരാതി കൊടുത്തു. കോടതിയിൽ കേസ് കൊടുത്തപ്പോ മോള് കേസ് പിൻവലിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പരാതിയില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ ഞാൻ കുറെ നാൾ അയാളോടൊത്ത് സുഖിച്ചു, അതിന് കടമയും കടപ്പാടും കൊണ്ട് എന്റെ ഉമ്മയാണ് എനിക്ക് അതിന് അനുവാദം തന്നത് എന്നാണ്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്.
ഉമ്മയുടെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചു മൂടിയ ഖബറിൽ നിന്ന് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് ഈ പെൺമക്കളെ പോറ്റി വളർത്തുന്നവർക്ക് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ലോകത്തെത്രയോ വസ്തുക്കളുണ്ട്, 3 എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അതിലൊന്ന് പെണ്ണാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ ആ ഭാഗ്യം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരു നേരത്തെ 1 മിനിറ്റിലെ വികാരത്തിനു വേണ്ടി ആ ഭാഗ്യത്തെ ചവിട്ടിത്തേക്കുമ്പോൾ സങ്കടമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാർക്ക് അങ്ങനെ ഒരു ഗതികേട് വരാൻ പാടില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോകളിൽ 90% വ്യഭിചാരം അകപ്പളത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മൂരികളെ പോലെ കച്ചവടം നടത്തുന്ന വ്യഭിചാര ചന്തകളായി അകപ്പളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ വാക്കിന്റെ പേരിൽ എന്തൊക്കെ ഇനി കേരളത്തിൽ ഈ വാക്കുകൊണ്ട് നടന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ താത്തമാരാണ് ഇതിന്റെ പിന്നിലിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. അള്ളാഹുവിനോടുള്ള ബോധം അവർക്കില്ല, മരണത്തെക്കുറിച്ചുള്ള ഭയം അവർക്കില്ല, തൗബയില്ല, ഈമാനില്ല. സുഖിക്കണം, സന്തോഷിക്കണം, ആ രീതിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയാൻ, 2 വയസ്സുള്ള ഒരു കുട്ടി ഒരു മതിലിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ആ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ ഒരു ബോൾ എടുത്തെറിഞ്ഞാൽ ഈ കുട്ടി ചിന്തിക്കുമത്രേ, ഈ ബോൾ എറിയണമെങ്കിൽ അവിടെ ഒരാളുണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കും. 2 വയസ്സുള്ള കുഞ്ഞ് ചിന്തിക്കുമത്രേ. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്നിട്ടുണ്ട് ആകാശത്തിറങ്ങി പെയ്യുന്ന മഴ ആസ്വദിക്കുന്ന മനുഷ്യ, അതിന്റെ പിന്നിൽ ഒരു അല്ലാഹു ഉണ്ടെന്ന് നീ ചിന്തിക്കാത്തതുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യം തരുന്ന പടച്ചവനെ നീ മറന്നുപോകുന്നതുണ്ട്. അള്ളാഹുവിന്റെ അത്ഭുതമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവനുമുള്ളത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ മക്കാമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കാലിറക്കുന്നവരുണ്ടോ അള്ളാഹു പടച്ചതമ്പുരാനെ തിരിച്ചറിഞ്ഞ ആൺകുട്ടികളുടെ മുമ്പ് ചെന്ന് നിൽക്കാൻ വിവരമില്ലാത്ത സാധുക്കളായി നമ്മളെ കൊണ്ട് പറ്റൂല. സൂഫിയാക്കൾ പറയുകയാണ്, ദുനിയാവ് എന്ന് ചോദിക്കുന്നവര് വെറും പെണ്ണാണ്, അവര് വെറും പെണ്ണാണ്. സൂഫിയാക്കളുടെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ ലോകത്തവർക്ക് സ്ത്രീകളുടെ സ്ഥാനമാണ്.